ഹലോ എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഈ അനാർക്കലി ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സിൽക്ക് ത്രെഡാണ്. പിന്നെ വേണ്ടത് നോർമൽ ഒരു സൂചിയാണ്. അടുത്തെടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഗോൾഡൻ ബീഡാണ്. ഞാൻ നൂല് സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ആ നെക്കിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഈ എടുത്ത ഗോൾഡൻ ബീഡ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുകയാണ്. ഞാൻ ആദ്യം 3 ബീഡാണ് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 2 ബീഡ് എടുക്കാനാണ്. 2 ബീഡ് എടുത്ത് ബിഗിനേഴ്സിനൊക്കെ ആദ്യം 2 ബീഡ് എടുത്ത് തുന്നി ചേർക്കുന്നതാണ് ബെറ്റർ. ഇതുപോലെ നെക്കിൻ്റെ അറ്റത്തായിട്ട് ഒരു ഫസ്റ്റ് ലെയർ എന്ന പോലെ നമ്മൾ ഈ ബീഡ് ഗോൾഡൻ ബീഡാണ് ഫുൾ നെക്കും ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, അത് ക്ഷമിക്കണം. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ടാണ്. ഇതേപോലെ നെക്ക് ഫുള്ള് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫുൾ നെക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വരും. അങ്ങനെ ഫസ്റ്റ് ലെയർ എന്ന രീതിയിൽ ഈ ഗോൾഡൻ ബീഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ലെയറായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗോൾഡൻ്റെ ലേസാണ്. അത് നമ്മൾ ആദ്യം ഫാബ്രിക് ഒട്ടിക്കുന്ന ഗ്ലൂ ഉണ്ട്, ഇതാണ് ആ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്ലൂ ഇവിടെ ഞാൻ ലേസിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഫാബ്രിക്കിൽ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും. ഇതുപോലെ ഫുള്ള് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൂടെ എടുക്കേണ്ടതുണ്ട്. ഇതുപോലെ 1-2 ബീഡ് ഇടവിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അടുത്ത ഒരു ലെയർ കൂടെ നമ്മൾ ആദ്യം ചെയ്ത ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ഒരു ലെയർ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. അടുത്ത ലെയറിൽ ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് പേൾ എടുക്കുക. വൈറ്റ് പേൾ ആദ്യം ഇതുപോലെ തുന്നി ചേർക്കുക.
വൈറ്റ് പേൾ കണ്ടോ, മുത്ത്. ഇത് ഇതുപോലെ തുന്നി വയ്ക്കുക. അത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരിക്കൽ കൂടെ ഉള്ളിലൂടെ എടുക്കുക. ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അടുത്തെടുത്തിട്ടുള്ളത് ഗോൾഡൻ്റെ ഷുഗർ ബീഡ്സ് ആണ്. ഇതുപോലത്തെ ഗോൾഡൻ ഷുഗർ ബീഡ്സ് ആണ്. അത് ഈ വൈറ്റ് മുത്ത് ഫുള്ള് ചുറ്റി വരുന്നതിന് ആവശ്യമായി എത്ര എണ്ണം വേണോ അത്രയും നമ്പർ ഗോൾഡൻ ഷുഗർ ബീഡ്സ് എടുക്കുക. ഞാനിവിടെ ഒരു 9 എണ്ണം എടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ചുറ്റി ഒന്ന് വച്ച് നോക്കുക. അത് തികയുന്നില്ലെങ്കിൽ തികയുന്നത്രയും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ആ വൈറ്റ് മുത്തിന് ചുറ്റിനെയാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ ചുറ്റിയെടുത്ത് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് 2-3 ബീഡ് ഇടവിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ഷേപ്പിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ആ നെക്കിൻ്റെ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ 2 മുത്തിനും ഇടയ്ക്കുള്ള സ്പേസിലാണ് ഒരു വലിയ ഗോൾഡൻ ബീഡും അതിൻ്റെ ആ ഇടയ്ക്കുള്ള ആ സ്പേസിൽ വലിയ ഗോൾഡൻ്റെ ബീഡാണ് ആദ്യം വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലത്തെ വലിയ ഗോൾഡൻ്റെ ബീഡ് ആദ്യം വയ്ക്കുക. അതിന് ശേഷം അതിന് താഴെയായിട്ട് നോർമൽ ബീഡ്, നേരത്തെ എടുത്ത പോലത്തെ നോർമൽ ബീഡ്, ചെറിയ ബീഡ് വെച്ച് കൊടുക്കുക. ഉണ്ടോ? അപ്പോൾ ഇതുപോലെ വരും. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഒറ്റ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ അടുത്ത സ്പേസിലും ചെയ്ത് കൊടുക്കുക. നെക്ക് ഫുള്ളായിട്ട് അതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ ഓരോ സ്പേസിലും ചെയ്തെടുക്കുക. ചെയ്ത് കഴിയുമ്പോൾ ഫൈനലായിട്ടുള്ള ലുക്ക് ഇതാണ്. നെക്ക് ഡിസൈൻ ഫുള്ള് ഇങ്ങനെ ഇരിക്കും. അടുത്ത് ചെയ്യാൻ പോകുന്നത് യോക്കിൻ്റെ പാർട്ടിൽ, ആ യോക്കിൻ്റെ പാർട്ടിൽ നേരത്തെ കാണിച്ചതുപോലത്തെ ഗോൾഡൻ ലേസ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. വയ്ക്കുമ്പോൾ യോക്ക് ചുരിദാർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. ആ യോക്കിൻ്റെ പാർട്ട് ആയതുകൊണ്ട് തന്നെ ഗം വെച്ചിട്ട് ഒട്ടിച്ചപ്പോൾ നന്നായിട്ട് ഇരുന്നില്ല. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൂടെ കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ യോക്ക് പാർട്ടിലൊക്കെ ഞാൻ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നതിനേക്കാളും സ്റ്റിച്ച് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് താഴത്തെ പാർട്ട്. അപ്പോൾ ഇതാണ്
നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് നെക്ക് ഡിസൈനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്